കഴിഞ്ഞ ദിവസമായിരുന്നു സജി ചെറിയാന്റെ വിദ്വേഷ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വി ഡി സതീശിനെതിരെ പറയുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതസംഘടനയാണെന്ന് പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് തൗഫീഖ് രാജനാണ്. നമസ്കാരം വക്കീലെ. നമസ്കാരം. സജി ചെറിയാന്റെ ഈ ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ ഈ വർഗീയ പ്രസ്താവന വലിയ രീതിയിൽ CPM-നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് അനുകൂലമായി വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, കഴിഞ്ഞ 9.25 വർഷക്കാലമായി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത ജനദ്രോഹ നയങ്ങളും സമീപനങ്ങളുമായി മുന്നോട്ട് പോയൊരു സർക്കാർ. ആ സർക്കാരിന് പൊതുസമൂഹം ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ കൃത്യമായ വ്യക്തമായ തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നൽകുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ പ്രസ്താവനകൾ ആസൂത്രിതമായി സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഈ ഘട്ടത്തിൽ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവുന്നത്. ഏതാനും വർഷക്കാലം മുമ്പ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഒന്ന് തെറിച്ചതാണ്. എന്റെ ജില്ലയായ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ അദ്ദേഹം ഒരു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യൻ ഭരണഘടനയെ നമ്മളെല്ലാവരും ഏറെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന, ഏറ്റവും ആദരവോടുകൂടി നോക്കിക്കാണുന്ന നമ്മൾ അഭിമാനമായ ഭാരതത്തിന്റെ ഭരണഘടനയെ കുന്തവും കുടചക്രവും എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ. അതുകൊണ്ടാണ് അദ്ദേഹം സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി എന്ന് പറയേണ്ടി വരുന്നത്. അത് അടിവരയിട്ട് പറയുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന പ്രസ്താവനകളാണ് തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അദ്ദേഹം എന്താണ് അർത്ഥം വെക്കുന്നത്? അവിടെ ആളുകളുടെ ജാതി അല്ലെങ്കിൽ ആളുകളുടെ മതം പരിശോധിക്കണമെന്നാണ്. അതൊട്ടും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമസഭാ സാമാജികന്റെ ഭാഗത്ത് നിന്ന്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് എത്രത്തോളം ഗൗരവതരമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം അവർ കാലാകാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. പിന്നാലെ ഭൂരിപക്ഷ പ്രീണനം നടത്താനുള്ള വലിയ ശ്രമങ്ങളിലും വലിയ പരിശ്രമങ്ങളിലുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഭൂരിപക്ഷ പ്രീണനവും ന്യൂനപക്ഷ പ്രീണനവും മാറി മാറി പ്രയോഗിച്ച് പരാജയപ്പെട്ട കാരണഭൂതന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും അടുത്ത അടവാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. ഇവരെ ഇനി ഏതെല്ലാം തരത്തിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തെ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാം എന്നൊക്കെ കരുതിയാലത് മലപ്പൊടിക്കാരുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കും. എങ്കിൽ പോലും അവരുടെ അവസാന ആയുധമാണ് എങ്ങനെയാണോ ഭാരതീയ ജനതാ പാർട്ടി BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് അതിന് സമാനമായ തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കേരളത്തിലും അതേ മോഡൽ, അതിന്റെ ലൈറ്റ് വെർഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കേരളത്തിലെ CPM നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞു, ഭരണഘടനയെ അപമാനിച്ചൊരു മന്ത്രി. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടചക്രവും എന്ന് പറഞ്ഞ അപമാനിച്ചൊരു മന്ത്രിയാണ്. ഇവിടെ നമുക്കറിയാം, ഇതിനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഇല്ലെങ്കിൽ നാക്കുപിഴയാണ്, അല്ലെങ്കിൽ വളച്ചൊടിച്ചു എന്ന് തരത്തിൽ. ഇത് കേവലം നാക്കുപിഴയാണ് അല്ലെങ്കിൽ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞ് ഇതിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. ഇത് കൃത്യമായി കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇത് കൃത്യമായ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്ന് സംശയമില്ല. അല്ലാത്ത പക്ഷം ഉളുപ്പുണ്ടെങ്കിൽ കേരളത്തിന്റെ കാരണഭൂതനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇനി ഒരു നിമിഷം പോലും വൈകരുത്. കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വലിയ വിവാദ പരാമർശം നടത്തിയ, വർഗീയ പരാമർശം നടത്തിയ സജി ചെറിയാന്റെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങാൻ കേരളത്തിന്റെ കാരണഭൂതൻ തയ്യാറാകുമോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളത് വലിയ ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് എന്തിനാണ് ഇവർ അനാവശ്യമായി ലക്ഷ്യമിടുന്നത്? കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഏറെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. ആ കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി നടത്തുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോ ഈ സജി ചെറിയാന് ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ, ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേട് വിളിച്ച് പറയാൻ ധൈര്യം കൊടുക്കുന്നത് എന്ത് ശക്തിയാണ്, ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു ഘടകമായി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഈ RSSനേക്കാൾ വലിയൊരു ത്രട്ടായി കേരളത്തിലെ CPM ആണെന്നോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. AK ബാലന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രതികരണം നമ്മൾ കണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ എന്ത് വർഗീയ ധ്രുവീകരണ പ്രസ്താവനയാണ്! അതിന് പിന്നാലെയാണ് മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും മറ്റൊരു പ്രസ്താവന ഉണ്ടാവുന്നത്. സത്യത്തിൽ
ഈ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കൊടുക്കുന്ന കുറുക്കന്റെ കൗശലമാണ് കേരളത്തിലെ CPM പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ ഏത് തരം വർഗീയത പ്രയോഗിച്ചാലും അത് കേരളത്തിന്റെ മണ്ണിൽ വിലപോകില്ല. അതിനെ കോൺഗ്രസ് കൃത്യവും വ്യക്തവുമായി എതിർക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ മേല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഇവിടെ ജാതിയുടെ പേര് പറഞ്ഞു, മതത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നതെങ്കിൽ കേരളത്തിന്റെ മതേതരമണ്ണ് അതിനെ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതാ സത്യം പറഞ്ഞാൽ ഈ ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേരളത്തിന്റെ മതേതര അടിത്തറയ്ക്ക് തീ കൊളുത്തുന്ന പരിപാടിക്കാണ് ഇപ്പോൾ ഇവർ ഓരോ പ്രവൃത്തിയും ചെയ്തു വെക്കുന്നത് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന തലമുറയോട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറയോടൊക്കെ വലിയ അനീതിയാണ് ഈ CPM നേതൃത്വം ചെയ്യുന്നത്. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങയുടെ സജി ചെറിയാന്റെ പ്രസ്താവനയോട് അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മിണ്ടാതെ ഉരിയാടാതെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ CPM നേതൃത്വം ആർജവം ഉണ്ടെങ്കിൽ തയ്യാറാവണം. രാജി എഴുതി വാങ്ങാൻ ഒരു നിമിഷം പോലും വൈകരുത്. അല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും CPM-നകത്ത് ഇന്നും MLA ആയി മന്ത്രിയായി തുടരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒന്നും രാജി വാങ്ങിക്കാത്തിടത്തോളം ഇതിനൊന്നും രാജി വാങ്ങിക്കാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്നത് പോലെ NSS SNDP സഹകരണം CPM-ന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അപ്പോഴും അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയതാണെങ്കിലും ഈ പറയുന്ന NSS-ന്റെ നേതാവായിട്ടുള്ള അദ്ദേഹത്തെ ഇത്തരത്തിൽ മാല അണിയിച്ച് അല്ലെങ്കിൽ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നതൊക്കെ തന്നെയും ന്യായമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്രത്തോളം BJP ചേർത്ത് നിർത്തുന്ന പല മതസംഘടനകളെയും ഒരു ഉളുപ്പുമില്ലാതെ CPM ചേർത്ത് നിർത്തുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് കോൺഗ്രസിന് ഒരു വിനയായി മാറില്ലേ? ഈ പറയുന്ന നേതാക്കന്മാരുടെ ഒരു സ്വാധീനം വലിയ രീതിയിൽ CPM-നെ ബാധിക്കുമ്പോൾ. ഇല്ല, കേരളത്തിലെ ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എല്ലാ കാലഘട്ടത്തിലും സമുദായ സംഘടനകൾ അവരുടെ അഭിപ്രായം പറയാറുണ്ട്, അവർ പറഞ്ഞോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഏതെങ്കിലും ഒരു സമുദായങ്ങളെ അല്ല, ഇത്തരത്തിൽ സാമുദായിക നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളെയാണ് എല്ലാ കാലത്തും ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഏതെങ്കിലും സമുദായത്തിന്, അത് SNDP എന്നോ NSS എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ ആർജവത്തോടുകൂടി, ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഏതെങ്കിലും സമുദായങ്ങളെ അല്ല, സമുദായ നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും സമാനമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇന്നലെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. SNDP ഈ വിമർശനത്തിലൊക്കെ കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ഏറ്റുമുട്ടലിനല്ല, മറിച്ച് മതനിരപേക്ഷ നിലപാടുകൾ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന് സംശയം വേണ്ട. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അത് അടിവരയിട്ട് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുപോകുന്ന, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഹർഷയോട്, അതായത് ഈ ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും ഒക്കെ മാറി മാറി പ്രയോഗിക്കുന്ന ഒരു സർക്കാരുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. NSS-ഉം SNDP-യും യോജിക്കുന്നത് തെറ്റില്ല, അവർ യോജിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. NSS-ഉം SNDP-യും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി UDF അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒക്കെ പ്രധാന എയിം എന്നുള്ളത്. അത് ഒരു തർക്കമില്ല. ആരൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപോകില്ല. ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും അതിലൊന്നും വശംവദരായി അതിലൊന്നും വീണു പോകുമെന്ന് ആരും കരുതണം. ഇതേ സജി ചെറിയാൻ തന്നെയാണ് മുൻപ് മാതാ അമൃതാനന്ദമയിക്ക് ബർത്ത്ഡേ ആയിട്ട് അല്ലെങ്കിൽ പിറന്നാളായിട്ട് നേരെ ചെന്ന് കാണുകയും പിന്നീട് നെറുകയിൽ ചുംബനം നൽകുന്ന ഒരു ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു വർഗീയതയും ചേർത്ത് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ വർഗീയവാദികളെ ചേർത്ത് പിടിക്കുന്നില്ല. ഈ പറയുന്ന മത നേതാക്കന്മാരെല്ലാം സത്യസന്ധരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഇത് കൃത്യമായി CPM-ന് എത്രയൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഇലക്ഷനോട് അടുക്കുമ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചാൽ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നുള്ള തന്ത്രമല്ലേ? അല്ല, മാതാ അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളം ഏറെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അക്കാര്യത്തിൽ തെറ്റുണ്ടെന്ന് പറയാനും വരുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ അവരെ കാണരുത്, സംസാരിക്കരുത്, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്.
സമാനമായി എല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തെറ്റില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. അത് സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ്, സംസ്കാര മന്ത്രിയാണ് സംസ്കാരമില്ലാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് ഹർഷയോട് പറഞ്ഞത്, സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. അതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടപിടിക്കുന്ന സമീപനമാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകളും ഈ രണ്ട് പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ നടത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്കറിയാം, AK ബാലൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അതിന് സ്തുതി പാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റൊരു അംഗം കൂടി ഗുരുതരമായ തരത്തിൽ വലിയ വിവാദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു വർഗീയ പ്രസ്താവന നമുക്ക് ഇതിനു മുമ്പെങ്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ജയിച്ചു വരുന്നവരുടെ മതം നോക്കണമെന്നാണ് സത്യം പറഞ്ഞാൽ ഈ സാംസ്കാരിക മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എത്രത്തോളം നിലവാരമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ, നിലവാരമില്ലാത്ത വാക്കുകൾ വിളിച്ചു പറയാൻ എവിടെ നിന്നാണ് ധൈര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ടുള്ള ഡയറക്ഷനാണ്, കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ശരി, കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് വീക്ഷിക്കുന്ന ആളുകളാണ്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അവബോധമുള്ള ആളുകളാണ്. കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച് നമുക്കറിയാം, ഈ 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നഗ്നപാതരായി 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി അവിടെ അയ്യപ്പനെ കണ്ട് പിന്നീട് മാളികപ്പുറത്തും ദർശനം നടത്തി വാവരുനടയിലും തൊഴുത് ഏറ്റവും ഒടുവിൽ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഹൃദയം വേദനിപ്പിച്ച ഈ അമ്പലക്കള്ളന്മാരോട്, കാട്ടുകള്ളന്മാരോട് ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം പൊറുക്കില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ട്രയൽ റണ്ണിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി, അതിന്റെ സൂചന ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ള വളഞ്ഞ വഴിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അതെന്തായാലും കേരളത്തിലെ മതേതര മണ്ണ് സമ്മതിക്കില്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള തലത്തിൽ, രാഷ്ട്രീയ അവബോധം ഉള്ള ആളുകൾ എന്നുള്ള തലത്തിൽ ഇവർ കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായിട്ടുള്ള മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് പോലും ഈ പറയുന്നത് പോലെ മതം നോക്കിക്കൊണ്ടായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കണ്ണൂരിലായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും ഒക്കെ തന്നെയും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മതം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വിജയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വിജയിച്ച പാർട്ടിയെ കുറ്റം പറയുന്ന ന്യായം അത് ശരിയാണോ? CPM എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും കോൺഗ്രസ് വളരെ കൃത്യമാണ്. കോൺഗ്രസ് ഒരു മതവിഭാഗത്തിന്റെയും ഇല്ലെങ്കിൽ പേരിനൊപ്പമുള്ള സമുദായത്തിന്റെയും കാറ്റഗറി നോക്കിയോ ഇല്ലെങ്കിൽ അന്തസ്സ് നോക്കിയോ ഒന്നുമല്ല. അവരുടെ മെറിറ്റ് നോക്കി, അവരുടെ മാനദണ്ഡം നോക്കി, അവർ ആൾക്കാരാണോ എന്ന് പരിശോധിച്ച് അവരുടെ മെറിറ്റ് ആണ് ഞങ്ങൾ മാനദണ്ഡമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളത്. അതിനുള്ള റിസൾട്ടാണ് 4 കോർപ്പറേഷനുകൾ അടക്കം ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം കോൺഗ്രസ് നേടിയ വലിയ വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചിലപ്പോൾ CPM വലിയ രീതിയിൽ ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടുണ്ടാവാം. അവർ ന്യൂനപക്ഷ പ്രീണനം നടത്തി പരാജയപ്പെട്ടപ്പോൾ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും ഏതായാലും ജനാധിപത്യ ബോധ്യമുള്ള കേരളത്തിലെ പൊതുസമൂഹം വില കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് പറഞ്ഞു വെക്കുമ്പോഴാണ് ഈ സജി ചെറിയാൻ ഒരു പ്രസ്താവന അതിനോടൊപ്പം ഇന്നലെ ചേർത്ത് പറയേണ്ടത്. അതായത് RSSന്റെ മറുഭാഗം പറയുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നും അവർ ഒരു വിഭാഗത്തിന്റെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് 18 ചർച്ചയിൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും സമാനമായ തരത്തിലാണ് പ്രതികരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മുസ്ലിം ലീഗ് ഏതാണ്ട് ഒരു മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അഡ്രസ് ചെയ്യുന്ന പാർട്ടിയാണ്. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് ഏതായാലും വില പോകില്ല. മുസ്ലിം ലീഗിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഐഡന്റിറ്റി ചാർത്തുക എന്നുള്ളതും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ബേസ് നൽകുക എന്നുള്ളതും ചാപ്പ് കുത്തുക എന്നുള്ളതും ഇവർ കഴിഞ്ഞ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രമാണ്. അതേതായാലും ഇനി മാർക്കറ്റിൽ അതിന് വില പോകില്ല. കാരണം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ മതവിഭാഗത്തിലുള്ള ആളുകളല്ല. കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കമാണ്.
അവർ ഇത്ര സംശയം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പേരുകൾ എടുത്ത് പരിശോധിക്കാം. ഏതെങ്കിലും മതവിഭാഗം, ഞാൻ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്, പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞു വെക്കുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ സജി ചെറിയാനോടും ഷോൺ ജോർജിനോടും ഒക്കെ പറയാനുള്ളത്, ഏതായാലും നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്, ഈ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന BJP തന്ത്രം അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സജി ചെറിയാന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഏതായാലും മുസ്ലിം ലീഗിന് വേണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വ്യക്തവും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആദർശപരമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ അഭിമാനമാണ്. UDF-ന്റെ വലിയ ശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഐഡന്റിറ്റി ലേബൽ നൽകിക്കൊണ്ട് അത്തരത്തിൽ അവരെ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗമാക്കാം എന്നുള്ള ഒരു വളഞ്ഞ വഴി, ഇല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക്, അത് ഏതായാലും വില പോകില്ല. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് UDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അത് മുസ്ലിം ലീഗ് ആകട്ടെ, കേരള കോൺഗ്രസ് ആകട്ടെ, ഞങ്ങളുടെ മുന്നണിയിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, എല്ലാ കാലഘട്ടത്തിലും മതേതര നിലപാടിന്, മതേതര ആശയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സജി ചെറിയാന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മറ്റേതെങ്കിലും നേതാക്കന്മാർ അതിനെ ന്യായീകരിക്കാൻ രംഗത്ത് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സജി ചെറിയാന്റെ പ്രസ്താവനയായാലും ഇതിനു മുൻപ് MM മണിയുടെ പ്രസ്താവനയുണ്ടായിരുന്നു. ഇത്തരത്തിൽ സെലക്ടീവ് വിഷയങ്ങളിൽ പ്രതികരണം നടത്തുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്, ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നത്? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് കേൾക്കാൻ കേരളത്തിന് ആഗ്രഹമുണ്ട്. രാജി എഴുതി വാങ്ങുമോ എന്ന് അറിയാൻ കേരളത്തിന് ആഗ്രഹമുണ്ട്. പ്രസ്താവനയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും കേൾക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ കേരളത്തിന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.